കൂടെ വർക്ക് ചെയ്യുന്ന 2 കൊളീഗ്സിൻ്റെ കല്യാണം കേട്ടോ. അതിന് ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഫേസിലൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തു. എന്താണേലും ഒരുങ്ങിപ്പോവല്ലേ, എങ്കിലൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്നോർത്ത് രാവിലെ തന്നെ ഞാൻ ഒരുങ്ങുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തു. ഇന്നത്തെ കല്യാണത്തിന് ഞാൻ ചൂസ് ചെയ്ത ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. ഒരു ഓഫ് വൈറ്റ് ജീൻസും പിന്നെ ഒരു സ്വെറ്റ് ഷർട്ടും ആയിരുന്നു. നമ്മുടെ കല്യാണം വരുന്നത് തൃപ്പൂണിത്തുറയിലായിരുന്നു കേട്ടോ. കളമശ്ശേരിയിൽ നിന്ന് തൃപ്പൂണിത്തുറ വരെ അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. ലേറ്റ് ആവുമെന്ന് പേടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഊബറും ബുക്ക് ചെയ്ത് അവിടെ എത്തി. അവിടെ ചെന്നപ്പോഴോ നമ്മുടെ ഗ്യാങ് ആരും വന്നിട്ടില്ല കേട്ടോ. പിന്നെ അവർ കുറേ നേരം വരുന്നതും വെയിറ്റ് ചെയ്ത് കുറച്ചധികം നേരം അവിടെ ഞാൻ നിന്നു. ഇതുപോലെ എല്ലാ ഗ്യാങ്ങിലും ലേറ്റ് ആയിട്ട് വരുന്നവർ കാണില്ലേ, അവരെ പറ്റി ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ചെക്കനും പെണ്ണും, അതുലും മരിയയും. ഓഫീസിൽ വന്നിട്ടാണ് ഇവരുടെ ലവ് സ്റ്റാർട്ട് ചെയ്തത്. 2 പേരുടെ വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരായിട്ട് തന്നെ വീട്ടിൽ പറഞ്ഞ് കല്യാണം സെറ്റ് ചെയ്ത് ദേ ഇവിടെ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് വരെ എത്തി നിൽക്കുവാണ്. ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു ഇന്നത്തെ മാരേജിന്. എല്ലാത്തിൽ നിന്നും ഓരോന്ന് പിറക്കി എടുത്ത് പ്ലേറ്റിലിട്ട് ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾ 3 പേരും. എല്ലാ കല്യാണ പരിപാടിക്കും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു ഐസ്ക്രീം കഴിക്കൽ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ഇപ്രാവശ്യം നമുക്കിവിടെ 3 ഫ്ലേവറിലുള്ള ഒറ്റൊരു ഐസ്ക്രീം ആയിരുന്നു. സത്യം പറയാലോ, ഈ സെയിം ഐസ്ക്രീം ഞാനൊരു 4 വട്ടം കഴിച്ചു. ഐസ്ക്രീം 4 വട്ടം ഞാൻ കഴിച്ചെങ്കിൽ ഈ 2 ജ്യൂസ് ഇതുങ്ങളൊരു 5-6 വട്ടമെങ്കിലും കുടിച്ചിട്ടുണ്ട്. ഫുഡും കഴിച്ച് ഐസ്ക്രീമും കഴിച്ച് ജ്യൂസും കുടിച്ച് പിന്നെ ഞങ്ങൾ പോയത് സ്റ്റേജിൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒപ്പം ഫോട്ടോസ് എടുക്കാനാണ്. എല്ലാ കല്യാണത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ, ചെക്കനും പെണ്ണും കേക്ക് കട്ട് ചെയ്യും, അതെടുത്ത് മൂലയിലോട്ട് മാറ്റി വെക്കും. ആ കേക്ക് ചില സമയങ്ങളിൽ അത് വേസ്റ്റായി പോകാറുമുണ്ട്, ചിലവർ കഴിക്കാറുമുണ്ട്. എന്നാൽ ഇവിടെ ഞങ്ങളത് വേസ്റ്റ് ആക്കിയില്ല കേട്ടോ. കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാനാണ് പോയത്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഓരോരുത്തരായി ബായ് പറഞ്ഞു പോയിട്ടോ. കുറേ ഡാൻസൊക്കെ കളിച്ച് ടയേർഡായി ഞാൻ ആശാൻ്റെ കടയിൽ നാരങ്ങാവെള്ളം കുടിക്കാനാട്ടോ പോയത്. ഈ ഒരു നാരങ്ങാവെള്ളം എൻ്റെ ഫേവറേറ്റ് ആണ്. ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള നാരങ്ങാവെള്ളം. സത്യം പറയല്ലോ, ഈ ഒരു നാരങ്ങാവെള്ളം കാശിന് കൊള്ളില്ലായിരുന്നു. ഒട്ടും കൊള്ളാത്ത നാരങ്ങാവെള്ളം കുടിച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാട്ടോ. ബൈ.